ഹലോ, ഡോക്ടർ മേഴ്സി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് MPC 21 ബ്ലോക്ക് 2 യൂണിറ്റ് 1 സൈക്കോതെറാപ്പിയെക്കുറിച്ചാണ്. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പം മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഡിസ്ട്രസ്സിനെ വെർബൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടെക്നിക്സ്, വെർബലും സൈക്കോളജിക്കൽ ടെക്നിക്സും ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം, അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്, ഇതിനെയാണ് നമ്മൾ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ഇൻട്രാക്ഷനാണ് ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ളത്. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ഈ സൈക്കോതെറാപ്പിയിൽ പാസ്റ്റിന്, അതായത് ക്ലയൻറ്റിൻ്റെ പാസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ പാസ്റ്റിലേക്കുള്ള ഇൻസൈറ്റും ക്ലയൻറ്റിന് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ഇൻസൈറ്റ് കൊടുക്കുമ്പോഴും അത് പാസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും ക്ലയൻറ്റിനോട് തെറാപ്പിസ്റ്റ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരാതെ നോക്കണം. തെറാപ്പിസ്റ്റിൻ്റെ റോളെന്ന് പറയുന്നത് ഏറ്റവും എക്സ്പേർട്ടായിട്ട് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു കൊളാബറേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ്. അതായത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇൻഡിവിജ്വലും സൈക്കോളജിസ്റ്റും തമ്മിലുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വർക്കൗട്ട് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈക്കോതെറാപ്പിയെ നമുക്ക് ടോക്ക് തെറാപ്പി എന്ന് കൂടെ പറയാം, അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് കൂടി പറയാം. കൊളാബറേറ്റീവ് വർക്ക് ചെയ്യുന്നത് ഇൻഡിവിജ്വലും സൈക്കോളജിസ്റ്റും കൂടിയിട്ടാണ്. അതേപോലെ തന്നെ മെൻ്റൽ ഇൽനെസ്സിനുണ്ട്, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. സെക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വ്യക്തിയെ കൊടുക്കാം, ഫാമിലിയെ കൊടുക്കാം, ഗ്രൂപ്പിന് കൊടുക്കാം. ഇത് ടൈം ലിമിറ്റഡുമാണ്, അതേസമയത്ത് ഫോക്കസ്ഡുമാണ്. ഇത് എയിം ചെയ്യുന്നത് റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നന്നായിട്ട് ജീവിക്കാനുള്ള വെൽബീയിങ്ങിലേക്ക്, സെൻസ് ഓഫ് വെൽബീയിങ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതൊരു സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻട്രാക്ഷനാണ്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ ക്ലയൻറ്റിൻ്റെ ടോക്ക് മാത്രമല്ല അവിടെ വരുന്നത്, ക്ലയൻറ്റിൻ്റെ ഗസ്റ്റേഴ്സ് നോക്കും, ഐ കോണ്ടാക്ട് നോക്കും. ടോട്ടലി പറയുകയാണെങ്കിൽ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അവരുടെ നോക്കുന്നു. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ തോട്ട്സ്, ബിഹേവിയർ, ഫീലിങ്സ്, അബ്നോർമലായിട്ടുള്ള ബിഹേവിയേഴ്സിനെയും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലത്തിനെയും ഒക്കെ മാറ്റി, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ബെറ്റർ ലൈഫിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പം അവരിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള വ്യത്യാസമാണ് വരുന്നത്, ഒരു ലോങ് ടേം ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റും അവിടെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ക്ലയൻറ്റിന് നെഗറ്റീവ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് അവരുടെ പോസിറ്റീവ്സ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അവരെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറ്റാനുള്ളതായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഏതൊക്കെ കാര്യമാണ്? ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക് ഇൻട്രാക്ഷനാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പം ഇത് സ്ട്രക്ചേർഡായിട്ട് തിയറിയെ ബേസ് ചെയ്തും, അതുപോലെ തന്നെ തിയറിറ്റിക്കൽ വ്യൂ പോയിൻ്റ് വേണം, അതുപോലെ തന്നെ നമ്മൾ തെറാപ്പികളെ ബേസ് ചെയ്തിട്ടും വേണം ഈ ഒരു സൈക്കോതെറാപ്പി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സൈക്കോതെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ക്ലയൻറ്റിൻ്റെ കൾച്ചർ നോക്കണം, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് അവരുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനും ബേസ് ചെയ്തിട്ട് വേണം അവർക്ക് സൈക്കോതെറാപ്പി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പം സൈക്കോതെറാപ്പിയിൽ നമ്മൾ എല്ലാ തിയറിയും അല്ലെങ്കിൽ എല്ലാ റിസർച്ചിനെ കുറിച്ചും തെറാപ്പിസ്റ്റിന് നല്ല നോളജ് ഉണ്ടായിരിക്കണം. പേഴ്സണാലിറ്റി തിയറി ആണെങ്കിലും, ലേണിംഗ് തിയറി ആണെങ്കിലും, അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചാണെങ്കിലും വളരെ ഗഹനമായിട്ടുള്ള ഒരു അറിവ് സൈക്കോതെറാപ്പിസ്റ്റിന് ഉണ്ടായിരിക്കണം. പിന്നെ വീണ്ടും ശ്രദ്ധ ചെലുത്തേണ്ടത് തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ ഓഫ് ദി ക്ലയൻറ്റ്. അവരുടെ തോട്ട്, അതായത് ക്ലയൻറ്റിൻ്റെ തോട്ട് പാറ്റേൺ എന്താണ്, അത് അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ തോട്ടിനെ മാറ്റാനും അവരുടെ ഫീലിങ്സിനെയും ബിഹേവിയറിനെയൊക്കെ
ഏത് രീതിയിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത്, അതവരുടെ ലൈഫിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് തെറാപ്പിസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കണം, അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം. ദെൻ പേഴ്സണൽ ഗ്രോത്തിന് അനുകൂലമായിട്ടായിരിക്കണം സൈക്കോ തെറാപ്പിസ്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം, അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം. അതായത് മെൻ്റൽ ഡിസോർഡേഴ്സ് നോക്കാനോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നോക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സൈക്കോ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അത് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതിനെല്ലാത്തിനും കൂടിയാണ് നമ്മൾ സൈക്കോ തെറാപ്പി യൂസ് ചെയ്യുന്നത്. സൈക്കോ തെറാപ്പി യൂസ് ചെയ്യുമ്പം ഇനി പല രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. സൈക്കോ തെറാപ്പി ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജീസാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈക്കോ ഡൈനാമിക്സ് സൈക്കോ തെറാപ്പി ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, CBT, പിന്നെ ഗ്രൂപ്പ് തെറാപ്പി എടുക്കാം, അല്ലെങ്കിൽ കപ്പിൾ തെറാപ്പി എടുക്കാം. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, തെറാപ്പറ്റിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വ്യക്തിയെ ബെറ്റർ ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രോബ്ലം എല്ലാം അവർ ഓവർകം ചെയ്ത് ഒരു ബെറ്റർ ലൈഫിലേക്ക്, അവരുടെ തോട്ട് പാറ്റേണിനെ മാറ്റി, നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുവരിക, ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് സൈക്കോ തെറാപ്പിയുടെ. അപ്പോൾ സൈക്കോ തെറാപ്പി എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്നതും ഗ്രൂപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, ബൈ.